എന്തുകൊണ്ടാണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത്? ഉത്തരം: സി.വി. രാമൻ പ്രഭാവം കണ്ടെത്തിയതിന്റെ ഓർമ്മയ്ക്കായി. 2026 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണ്? ശാസ്ത്രരംഗത്തെ സ്ത്രീകൾ വികസിത ഭാരതത്തിന് കരുത്തായി. ഭാരതത്തിന്റെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: ടെസി തോമസ്. സി.വി. രാമന് ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏത്? ഉത്തരം: 1930. ശാസ്ത്രശാഖകളിൽ ഇന്ത്യയിൽ നിന്നും ആദ്യമായി ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം നേടിയ വനിത ആര്? ഉത്തരം: അസീമ ചാറ്റർജി. ഭാരതത്തിന്റെ ചൊവ്വാ ദൗത്യമായ മംഗൾയാന്റെ ഡെപ്യൂട്ടി ഓപ്പറേഷൻ ഡയറക്ടറായിരുന്ന പ്രമുഖ വനിതാ ശാസ്ത്രജ്ഞ ആര്? ഉത്തരം: റിതു കരിതാൾ. രാമൻ പ്രഭാവം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: പ്രകാശത്തിന്റെ വിസരണം. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു ആണെങ്കിൽ ഇന്ത്യയുടെ സാറ്റലൈറ്റ് മാൻ എന്ന് വിക്രം സാരാഭായിയെ വിളിക്കുന്നു. എന്നാൽ ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: റിതു കരിതാൾ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർ ആര്? ഉത്തരം: ആനന്ദിബായ് ജോഷി. ജനിതക എഡിറ്റിംഗിനായി 2025-26 കാലഘട്ടത്തിൽ വാർത്തകളിൽ നിറഞ്ഞ CRISPRന്റെ പൂർണ്ണരൂപം എന്ത്? ക്ലസ്റ്റേർഡ് റെഗുലർലി ഇന്റർസ്പേസ്ഡ് ഷോർട്ട് പാലിൻഡ്രോമിക് റിപ്പീറ്റ്സ്. സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ഉത്തരം: ജഗദീഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISRO സ്ഥാപിതമായ വർഷം? ഉത്തരം: 1969 ഓഗസ്റ്റ് 15. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആര്? ഉത്തരം: ആന്റോണി ലാവോയ്സ്. സമുദ്രജലം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം രാമൻ പ്രഭാവമാണെന്ന് സി.വി. രാമൻ കണ്ടെത്തിയത് ഏത് യാത്രക്കിടയിലാണ്? ഉത്തരം: ലണ്ടനിൽ നിന്നുള്ള മെഡിറ്ററേനിയൻ കടൽ യാത്രക്കിടയിൽ. ഇന്ത്യയുടെ മിസൈൽ മാൻ മനുഷ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം: അഗ്നിച്ചിറകുകൾ. കേരളത്തിൽ ജനിച്ച ലോക പ്രശസ്ത സസ്യശാസ്ത്രജ്ഞ ആര്? ഉത്തരം: E.K. ജാനകി അമ്മാൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഉത്തരം: ത്വക്ക്. സയൻസ് സിറ്റി ഓഫ് കേരള എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം: കുറവിലങ്ങാട്. പ്രകാശത്തിന് ഒരു സെക്കൻഡിൽ ഏകദേശം എത്ര കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും? ഉത്തരം: 3 ലക്ഷം കിലോമീറ്റർ. ഭാരതത്തിന്റെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന പ്രശസ്തനായ പ്രകൃതി ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം: സലീം അലി. ജലത്തിന്റെ രാസനാമം എന്താണ്? ഉത്തരം: ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ശരീരത്തിലെ രാസശാല എന്ന് വിളിക്കുന്നത്? ഉത്തരം: കരൾ. ISRO സൂര്യനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യത്തെ ബഹിരാകാശ ദൗത്യം ഏതാണ്? ഉത്തരം: ആദിത്യ L1. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം: വിറ്റാമിൻ K. സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേരെന്ത്? ഉത്തരം: പ്രകാശ സംശ്ലേഷണം.